ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, KPCCയുടെ അവലോകന യോഗം ചേരുകയാണല്ലോ ഇന്ന് തിരുവനന്തപുരത്ത്. മുരളി ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ ചർച്ച വേണം. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി നിയമസഭയിലേക്ക് വേണ്ടി സംഘടനയെ ഒരുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് സ്വാഭാവിക മേൽക്കൈ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അതല്ല. അവിടെ സംഘടന 140 നിയോജക മണ്ഡലങ്ങളിലും ഒരേ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ മുരളീധരൻ സൂചിപ്പിക്കുന്നത് പോലെയുള്ള വലിയ തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് സംഘടനാ തലത്തിൽ നടത്തേണ്ടി വരും. അത്തരം ചർച്ചകളൊക്കെ KPCCയിൽ നടക്കുന്നുണ്ടോ? ആ ഒരു വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ അവലോകനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനം മാത്രമാണ് നടക്കുന്നത്. അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരിക, അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ആരായിരിക്കണം മുഖം, കോൺഗ്രസിൽ കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പൂർത്തിയാക്കി താഴെത്തട്ടിലേക്ക് ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയാൽ മാത്രമേ കോൺഗ്രസിന് തിരിച്ചുവരവുണ്ടാകത്തുള്ളൂ. അതാണ് 2019 നൽകിയ പാഠമെന്നാണ്. അതായത് ഒരിക്കലുണ്ടായ പരാജയം തിരിച്ചടി അത് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 എന്ന വലിയ പ്രതീക്ഷയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ അത്രയ്ക്കങ്ങ് 20-20 കിട്ടിയില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്വാഭാവികമായി അതിനെ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സിനാരിയോ മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ താഴെത്തട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന പൊതുവായ വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന ചർച്ചകളിൽ ഇടം പിടിക്കും. ഇന്ന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ടുള്ള ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്നത്, അവിടെ ജയസാധ്യത സംബന്ധിച്ച വിവിധ ചർച്ചകൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളിൽ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അത് വിലയിരുത്തുന്ന ഒരു തരത്തിലേക്കായിരിക്കും ഇന്നത്തെ വിശാല നേതൃയോഗം ചേരുന്നതിൽ അജണ്ടയായി ഇടം പിടിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സരിത്ത്, ഡാന്, വീണ്ടും മുരളി പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഉടനില്ല എന്ന് മുരളി പറയുന്നുണ്ട്. മുരളി ഒരു 5 വർഷത്തെ കാലയളവാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന് ഒരു പക്ഷേ വിദൂരമായി ഈ തിരിച്ചുവരവ് നിയമസഭയിലേക്കാണ് തന്റെ സാധ്യത, തന്റെ രാഷ്ട്രീയം സംസ്ഥാനത്താണ് ഉണ്ടാവേണ്ടതെന്നൊരു തിരിച്ചറിവൊക്കെ ഉണ്ടാവും. ഈ വട്ടിയൂർക്കാവ് മുരളിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ആവാം മുരളി വട്ടിയൂർക്കാവിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിലേക്ക് തക്കാലമില്ല എന്ന തരത്തിലേക്ക് നിലപാടെടുക്കുന്നതിന് കാരണം, അല്ലേ? അവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം സജിത്ത്, വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ, കാരണം അത്രമാത്രം മികച്ച ഒരു പ്രകടനമാണ് VK പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന പൊതുവിലയിരുത്തൽ കോൺഗ്രസിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ അല്ലാതെ മറ്റാർക്കും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന പൊതു സംസാരങ്ങളുമുണ്ട്. അതിനിടയിലാണ് മുരളീധരൻ ഇത്തരമൊരു നിലപാടുമായി രംഗത്തെത്തുന്നതെന്നാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ഒരു തെരഞ്ഞെടുപ്പിന് 5 വർഷത്തേക്ക് താൻ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായി നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ വട്ടിയൂർക്കാവിൽ നിന്ന് തൽക്കാലം ഒരു ഇടവേള എടുക്കുകയാണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ ദീർഘവീക്ഷണമായിരിക്കാം അദ്ദേഹത്തിന്റെ അനിവാര്യത സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. ഒരു പരാജയം സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വാഭാവികമായും നിയമസഭയിലേക്കൊരു സീറ്റ് തുറക്കപ്പെടും. അങ്ങനെയെങ്കിൽ അത്തരം സാധ്യതകളും നമുക്ക് മുന്നിൽ കാണേണ്ടി വന്നേക്കാം. ഡാൻ, എന്തായാലും ഈ മുരളി പറഞ്ഞു വെക്കുന്നതിൽ പത്മജയുമായി സഹോദര ബന്ധവും സഹോദരി ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. അതായത് പത്മജയുടെ രാഷ്ട്രീയ മാറ്റം തന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കരുത് എന്നൊരു ജാഗ്രത മുരളി കാട്ടുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ കുടുംബങ്ങളിൽ നിന്ന്, ഒരേ കുടുംബത്തിൽ നിന്ന് 2 പാർട്ടിയിലേക്ക് ചേർന്ന വ്യക്തികളുടെ ജീവിതം വെച്ച് പരിശോധിക്കുമ്പോൾ മുരളീധരൻ പറയുന്ന വാക്കുകൾ കൃത്യമാണ്.